ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കിളികളുണ്ടല്ലോ, ഇപ്പോൾ രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു 10 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇന്ന് വന്നത്. അപ്പം ഞാനുണ്ടല്ലോ, നമ്മളെന്നും ചിലപ്പോൾ മരക്കൊമ്പിലാണ് വെച്ച് കൊടുക്കുന്നത്. മരക്കൊമ്പിലും വെച്ച് കൊടുത്തിട്ട് മൂപ്പർക്ക് ഫുഡൊന്നും കാണാനില്ല കേട്ടോ അവിടെ. ഞാൻ അവിടെ വെച്ച് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിനകത്ത് അവർ കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു വാഴയിലയിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ വാഴയില കഴിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ മരക്കൊമ്പിൽ ഇരുന്ന് അവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പാത്രത്തിൽ കൊട്ടി വിളയ്ക്കും ഭക്ഷണം ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കി വാച്ച് ചെയ്യുന്നുണ്ട്. അതെന്താ പാത്രം, ഇനി ഞാനെന്തെങ്കിലും വേറെ എന്തെങ്കിലും മായം ചേർത്തതാണോ. ഇവർ ഭയങ്കര നമ്മൾ ഏതൊക്കെ രീതിയിൽ ഭക്ഷണം വെച്ച് കൊടുത്താലും ഒന്ന് നല്ലോണം വാച്ച് ചെയ്യും കേട്ടോ. മരത്തിൻ്റെ ഏതെങ്കിലും പൊക്കത്തൊക്കെ നോക്കി. അപ്പോൾ ആദ്യം ഒരാൾ വന്ന് ആഹാരം കഴിക്കും. ആഹാരം കഴിച്ചിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നിരീക്ഷിച്ചറിഞ്ഞ ശേഷം മറ്റുള്ള എല്ലാവരും വരുള്ളൂ കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പാത്രം ശ്രദ്ധിക്കും കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ആഹാരം ഏതിനകത്തെന്ന് നോക്കിയിട്ടേ അവർ കഴിക്കത്തുള്ളൂ. അപ്പം ഒരാൾ കഴിച്ചു കഴിഞ്ഞപ്പം വലിയ കുഴപ്പമില്ലയെന്ന് കണ്ടു കഴിഞ്ഞപ്പം മറ്റുള്ള കൂട്ടാളികളെല്ലാം കൂടെ വരുന്നതാണ് കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ എന്തിനാണ് പാത്രത്തിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇലയിലൊരു സദ്യ പോലെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കൂട്ടത്തിൽ ആരൊക്കെ വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഈ സ്റ്റെപ്പിൽ തന്നെ ഇരിക്കുവാണ് കേട്ടോ. മരംകുത്തിയൊക്കെ നമ്മുടെ തൊട്ടപ്പുറം മരത്തേലൊക്കെ ഈ അടുത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഒളിച്ചിരിക്കും കേട്ടോ. അങ്ങനത്തെ സ്വഭാവമുണ്ട്. മരത്തിന് മറഞ്ഞിരിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ കാണത്തില്ലേ. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ വരുമ്പോൾ കൂട്ടത്തോടെയാണ് കേട്ടോ വരുള്ളൂ. എല്ലാവരും ഒന്നിച്ചേർന്ന് വരും. പിന്നെ ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇലയ്ക്കകത്ത് വെച്ച് കൊടുത്തത്. അല്ലെങ്കിൽ നമ്മളങ്ങനെ കൊടുക്കില്ല, മരക്കൊമ്പിൽ തന്നെ വെക്കും. ആളുള്ളത് കൊണ്ടാണ് കൊടുത്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ പട്ടികളൊക്കെ ഓടിച്ചിടുവേ. പിന്നെ നമ്മുടെ മരംകൊത്തി അവിടെയാണ്. മരംകൊത്തി അല്ലാതെ നമ്മുടെ ഓലഞ്ഞാലി മരംകൊത്തിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഓലഞ്ഞാലി ഈ കൂട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം വന്നിട്ടൊന്ന് പോയതാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യുമോ അങ്ങനെ ഓലഞ്ഞാലി വരുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. അപ്പം എല്ലാവരും കഴിക്കുന്നുണ്ട് എന്നൊക്കെ ദൂരെ നിന്ന് മാറി നോക്കും. മൂപ്പര് കള്ള സ്വഭാവമാണ് കേട്ടോ. എന്നിട്ട് ഇവരെല്ലാവരും തിന്നുന്നുണ്ടെങ്കിൽ മൂപ്പര് പയ്യെ ചാടി വരും കേട്ടോ. അങ്ങനെയാണ് നീ വന്നിരിക്കുന്നുണ്ടോ. ഇനി എന്ത് ഗോഷ്ഠി കാണിക്കുകയെന്ന് അറിയത്തില്ല. അണ്ണന്മാരവിടെയൊക്കെ വന്ന് ഇങ്ങനെ നിറയെ നടപ്പുണ്ട്. പക്ഷെ എന്നാലും ഒരു സൗണ്ട് കേട്ടപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടോ പറന്നു പോയത്. പിന്നെയും വരുമായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഏത് പാത്രത്തിനകത്താണ് ഏത് പാത്രം മാറ്റി കഴിഞ്ഞാലും ശരി ഇവർക്കൊരു വിശ്വാസം വന്നാണ്ടല്ലോ പിന്നെ വിശ്വാസമാണ്. നമ്മൾ എവിടെ വെച്ച് കൊടുത്താലും ശരി എങ്ങനെ കൊടുത്താലും ശരി ഇവരെവിടെയും കഴിക്കും കേട്ടോ നമ്മുടെ പുറകെ വന്ന്. ഇപ്പോൾ ഓലഞ്ഞാലി കണ്ടോ കഴിക്കാൻ രണ്ട് മൂന്ന് പേര് വന്നതായിരുന്നു കേട്ടോ. അവരെന്തോ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരും കൂടി കൂട്ടത്തിൽ നിന്ന് പറന്നു പോയത്. മൂപ്പര് മാത്രമേ വിശന്നിട്ട് തിരിച്ച് വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ. ഈ നമ്മുടെ കാക്കച്ചിയാണ് കേട്ടോ. കാക്കച്ചിക്ക് എന്താണെന്ന് വെച്ചാൽ കയ്യിലൊക്കെ നമ്മൾ പാത്രത്തിലും കയ്യിലൊക്കെ കൊടുത്താലും അവർക്ക് പ്രശ്നമില്ല കേട്ടോ. കയ്യിൽ നിന്ന് തന്നെ അവർ ആഹാരം കഴിക്കുക. ഉച്ച നേരത്താണ് കേട്ടോ വന്നത്. എന്നാ ചൂടാണെന്നറിയാം. കമ്പിയൊക്കെ പഴുത്തിരിക്കുക. മൂപ്പര് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോയത് കേട്ടോ. പിന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മൾ വന്നത് നമ്മുടെ പട്ടികളാണ് കേട്ടോ. തെരുവ് നായ്ക്കളാണ്. അപ്പോൾ അവർക്ക് ആഹാരം ഞാൻ പുറത്തുണ്ടെങ്കിൽ വെച്ച് കൊടുക്കും. ഇന്നൊരു പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 10-11 മണിയായപ്പോഴത്തെ ഇവിടെ വന്നത്. ഇത്രയോ സമയം വരെ നമ്മളെ നോക്കി കാവലിരിക്കുമെന്ന് നോക്കി ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. എന്തായാലും ആ പിള്ളേർ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ആഹാരം കഴിച്ചത്. എന്തായാലും അവർക്കുള്ള ഫുഡ് ഞാൻ പുറത്ത് കൊണ്ട് കൊടുത്തു. സമയം കുറേ ആയി, 11 മണിയായിരുന്നു. നമ്മൾ പെരുന്നാളും എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും അവരിത് സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ചിട്ട് ഇത്രയും സമയം വരെ നോക്കിയിരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറുവാ സംഘം അങ്ങനെ കള്ളന്മാരൊക്കെ ഇറങ്ങണേന് ഇവരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സിഗ്നലൊക്കെ കാണിക്കും. കുരയ്ക്കില്ലേ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ശരിക്കും പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. തെരുവ് നായ്ക്കൾ ഒരു കണക്കിന് ശരിക്കും പറഞ്ഞാൽ ഉപകാരമാണ്.